അടുത്തതായിട്ട് നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്നും ഡെഫിനേഷനും അതിൻ്റെ ആക്ഷൻ ജസ്റ്റ് പഠിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക്സ് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചർ, കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ്റെ ഇതിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ അത് ലോക്കൽ അനസ്തെറ്റിക്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒന്ന് കെമിക്കൽ സ്ട്രക്ചറിൻ്റെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. രണ്ടെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താ? കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള ലോക്കൽ അനസ്തെറ്റിക്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വൺ എസ്റ്റർ ടൈപ്പ്. എസ്റ്റർ ടൈപ്പിൽ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എസ്റ്റർ ടൈപ്പാണ് ഫസ്റ്റ് വൺ ആണ് എസ്റ്റർ ടൈപ്പ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1A എന്ന് വിളിക്കാം നമുക്ക്. 1A എസ്റ്റർ ഓഫ് പാബ, എസ്റ്റേഴ്സ് ഓഫ് പാബ, PA ക്യാപിറ്റൽ ലെറ്റർ PABA, എസ്റ്റേഴ്സ് ഓഫ് പാബ. ക്യാപിറ്റൽ ലെറ്ററാണ് PABA, പാബ. അതിന് എക്സാമ്പിളാണ് പ്രൊക്കെയിൻ, PROCAINE, പ്രൊക്കെയിൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആണ്. എസ്റ്റേഴ്സ് ഓഫ് പാബയിലെ വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആണിത് പ്രൊക്കെയിൻ. ഈ എസ്റ്റേഴ്സ് ഓഫ് പാബേഴ്സിൽ സെക്കൻഡ് വൺ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഇത് ക്ലോറോ പ്രൊക്കെയിൻ. ഫസ്റ്റ് വൺ പ്രൊക്കെയിൻ, സെക്കൻഡ് വൺ പ്രൊക്കെയിൻ. CHLOROPROCAINE, പ്രൊക്കെയിൻ. തേർഡ് വൺ ബെൻസോക്കെയിൻ, BENZOCAINE, ബെൻസോക്കെയിൻ. നെക്സ്റ്റ് വൺ അമിത്തോക്കെയിൻ, AMITHOCAINE, അമിത്തോക്കെയിൻ. അതിനെ ടെട്രാക്കെയിൻ എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ സ്പെല്ലിംഗ് ആണ് TETRACAINE, ടെട്രാക്കെയിൻ. നെക്സ്റ്റ് വൺ ഡൈബ്യൂക്കെയിൻ, DIBUCAINE, ഡൈബ്യൂക്കെയിൻ. എസ്റ്റർ ടൈപ്പിലെ നെക്സ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വണ്ണ് 1A എന്ന് പറഞ്ഞു, എസ്റ്റേഴ്സ് ഓഫ് പാബ. അത് എക്സാമ്പിളാണ് ഇത്രയും. നെക്സ്റ്റ് വൺ എസ്റ്റേഴ്സ് ഓഫ് പാബയിലെ രണ്ടാമത്തെ ആണ് 1B. എക്സാമ്പിൾ 1B ആണ് എന്ത്? ബെൻസോയിക് ആസിഡ് എസ്റ്റേഴ്സ്. എക്സാമ്പിളാണ് എന്ത്? കൊക്കെയിൻ. COCAINE, കൊക്കെയിൻ. കൊക്കെയിൻ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ പഠിച്ചു എസ്റ്റർ ടൈപ്പ്. അത് രണ്ട് ഡിവിഷൻ, അത് നമ്മൾ എക്സാമ്പിളും പഠിച്ചു. അടുത്തതാണ് ഫസ്റ്റ് വൺ എസ്റ്റർ ടൈപ്പ്. ഇത് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ എസ്റ്റർ ടൈപ്പ്, സെക്കൻഡ് വൺ അമൈഡ്സിന് എക്സാമ്പിളാണ് ലിഡോക്കെയിൻ. ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആണ്. നമ്മൾ ഫാർമസിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്നതാണ് ലിഡോക്കെയിനൊക്കെ. അമൈഡ്സ് ഡ്രഗ്സിന് എക്സാമ്പിളാണ് ലിഡോക്കെയിൻ, LIDOCAINE, ലിഡോക്കെയിൻ. സെക്കൻഡ് വൺ മെപ്പിവാക്കെയിൻ, MEPIVACAINE, മെപ്പിവാക്കെയിൻ. നെക്സ്റ്റ് വൺ ബുപ്പിവാക്കെയിൻ, BUPIVACAINE, ബുപ്പിവാക്കെയിൻ, BUPIVACAINE.
നെക്സ്റ്റ് വൺ പ്രിലോക്കെയിൻ, PRILOCAINE, പ്രിലോക്കെയിൻ. നെക്സ്റ്റ് വൺ റോപ്പിവാക്കെയിൻ, ROPIPIVACAINE, ROPI, ഒരു PI ഉള്ളൂ കേട്ടോ, PROPIVACAINE, റോപ്പിവാക്കെയിൻ. നെക്സ്റ്റ് ഫസ്റ്റ് വൺ എസ്റ്റർ ടൈപ്പ്, സെക്കൻഡ് വൺ അമൈഡ്സ്, തേർഡ് വൺ. അപ്പോൾ അമൈഡ്സിന് എക്സാമ്പിളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. തേർഡ് വൺ ക്വിനോലിൻസ്, QUINOLINES, ക്വിനോലിൻസ്. അതിന് എക്സാമ്പിളാണ് സിങ്കോക്കെയിൻ, സിങ്കോണ ഇല്ല, അതിൽ സിങ്കോക്കെയിൻ, CINCHOCAINE, CINCHOCAINE. അത് അല്ലെങ്കിൽ അതിനെ ന്യൂപ്പർക്കെയിൻ എന്നും പറയും കേട്ടോ. അതിന് NUPERCAINE, ന്യൂപ്പർക്കെയിൻ. നെക്സ്റ്റ് വണ്ണാണ് ഡൈബ്യൂക്കെയിൻ, DIBUCAINE, ഡൈബ്യൂക്കെയിൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നമ്മൾ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ചിട്ട്. അതിന് രണ്ടായിട്ടാണ് മെയിനായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇഞ്ചെക്റ്റബിൾസും, സെക്കൻഡ് വൺ സർഫസ് അനസ്തെറ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇഞ്ചെക്റ്റബിൾസ്, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, കാരണം ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി സ്പെല്ലിംഗ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കൂടെ നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഇഞ്ചെക്റ്റബിൾസിൽ ഫസ്റ്റ് വണ്ണാണ്, അതായത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വണ്ണാണ് ഇഞ്ചെക്റ്റബിൾസ്. അത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഇഞ്ചെക്റ്റബിൾസും സർഫസ് അനസ്തെറ്റിക്സും. ഇഞ്ചെക്റ്റബിൾസിന് എക്സാമ്പിളാണ് ലോ പൊട്ടൻസി ഷോർട്ട് ഡ്യൂറേഷൻ. അപ്പോൾ ലോ പൊട്ടൻസി ഷോർട്ട് ഡ്യൂറേഷനാണ് ഇഞ്ചെക്റ്റബിൾസിലെ ഫസ്റ്റ് വൺ. അപ്പോൾ 1A എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് പ്രൊക്കെയിനും ക്ലോറോപ്രൊക്കെയിനും. സെക്കൻഡ് വണ്ണാണ് ഇൻ്റർമീഡിയറ്റ് പൊട്ടൻസി ആൻഡ് ഡ്യൂറേഷൻ. ഇൻ്റർമീഡിയറ്റ് പൊട്ടൻസിയും ഡ്യൂറേഷൻ ഉള്ളതാണ്. എക്സാമ്പിളാണ് ലിഗ്നോക്കെയിൻ, ലിഡോക്കെയിൻ ആൻഡ് പ്രിലോക്കെയിന്. ഈ ഇഞ്ചെക്റ്റബിൾസിനകത്ത് തേർഡ് വൺ. അപ്പോൾ 1A പഠിച്ചു, 1B പഠിച്ചു, ഇൻ്റർമീഡിയറ്റ് പഠിച്ചു. ഇനി തേർഡ് B ആണ്, 1B, ഹൈ പൊട്ടൻസി ആൻഡ് ലോങ് ഡ്യൂറേഷൻ. എക്സാമ്പിളാണ് ടെട്രാക്കെയിൻ, അമിത്തോക്കെയിൻ, ബുപ്പിവാക്കെയിൻ, റോപ്പിവാക്കെയിൻ, ഡൈബ്യൂക്കെയിൻ, സിങ്കോക്കെയിൻ. ഇത്രയാണ് ഹൈ പൊട്ടൻസി ആൻഡ് ലോങ് ഡ്യൂറേഷൻ എക്സാമ്പിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇഞ്ചെക്റ്റബിൾസിനകത്ത് ഇഞ്ചെക്റ്റബിളിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇത്ര ഞാൻ പറഞ്ഞത്. അടുത്തതാണ് മെയിനായിട്ടുള്ളത് സർഫസ് അനസ്തെറ്റിക്സ്. അത് സോളുബിളും ഉണ്ട്, അതേപോലെ ഇൻസോളുബിളും ഉണ്ട്. സോളുബിളിന് എക്സാമ്പിളാണ് പ്രൊക്കെയിനും ലിഗ്നോക്കെയിനും. പ്രൊക്കെയിൻ, ലിഗ്നോക്കെയിൻ, ടെട്രാക്കെയിനാണ് സോളുബിളിന് എക്സാമ്പിൾ. അതേപോലെ സർഫസ് അനസ്തെറ്റിക്സിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഒന്ന് സോളുബിളും രണ്ട് ഇൻസോളുബിളും. സോളുബിൾ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇൻസോളുബിളിന് എക്സാമ്പിളാണ് ബെൻസോക്കെയിൻ. അപ്പോൾ ഇത്രയാണ് ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ഫാർമക്കോകൈനറ്റിക്സും സൈഡ് എഫക്ട്സും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.